Ashley. Brought to you by E-Mountain Realty. അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ അച്ഛനായി അമ്മയായി വാ പുണ്യമേ അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ. You got me smiling when I was crying and drew my tears away. You took my hand when I was falling and told me you're by my side. സ്നേഹമെന്ന മൂന്നക്ഷരം നിസ്വാർത്ഥമാകണം ബന്ധമാകും ബന്ധനങ്ങൾ വിശ്വാസമാകണം ഭൂമിയിൽ മക്കളായി വാ പുണ്യമേ അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ. I'll never forget the joy of holding you as a newborn baby. You clasped my fingers, looked into my eyes, innocent and pure. ഇപ്പൊ ആരാ ഇങ്ങോട്ട് വരാം? ഇപ്പൊ ആരാണാവോ? എടാ മോനെ, ഒന്ന് പോയി നോക്കിയേ. നോക്കിയിട്ട് തുറക്കാം കേട്ടോ. I'll check. Hi, Uncle. Hi, Mole. Your dad left? He's not left. He's right there. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? That was funny. Are you alright? I'm not all right. I'm half right. It's better than not right at all. You got that right. അലക്സേ, അവള് നാഗപ്പാടി ഒരു ഉടക്കം മൂടില്ല. നിങ്ങൾ മീറ്റിങ്ങിന് പോയല്ലേ? സമയമല്ലോ. അമേരിക്കയിലെ 4 സ്റ്റാൻഡേർഡ് ടൈമാ. CST, EST, PST, പിന്നെ MSTയും. അതിലേ ഞാൻ ഫോളോ ചെയ്യുന്ന MSTയാ, മൈ സ്റ്റാൻഡേർഡ് ടൈം. ഹലോ. അത് പിന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ജോലിക്കൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ടങ്ങനെ ഇതില്ലെങ്കിലേ ബെവര് പറയും. പിന്നെ നമ്മുടെ 2 പേർക്ക് അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആ മീറ്റിംഗ് ഇച്ചിരി ഒന്ന് റീസ്കെഡ്യൂൾ ചെയ്തേ. അതുകൊണ്ടില്ലേ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അത് ശരി. ആഷ്ലി എന്താ ഉടക്കം മൂടില്ലാന്ന് പറഞ്ഞ? എന്താ പ്രശ്നം? ഓ, അത് പിന്നെ നമ്മുടെ അന്നമ്മയില്ലയോ പള്ളിയിലെ, പുള്ളിക്കാരിന്ന് അവളോട് ചോദിച്ചു, എടി മോളെ നിൻ്റെ കല്യാണം പോലെ ആയോ, ഞങ്ങൾക്ക് എപ്പോഴാണ് ഇച്ചിരി ഫുഡ് തരുന്നത്. എടുത്ത വായാലേ അവൾ പറയുക ഫുഡ് വേണമെങ്കിൽ വീട്ടിലോട്ട് വന്ന് കഴിക്കാൻ. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞൊന്നും ശരിയാവത്തില്ലെന്ന്. അത് അവളൊക്കെ അത്ര സൂചിച്ചില്ല കേട്ടോ. അതിന് ആഷ്ലിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആൾക്കാരുണ്ട്, ഒരു ബോധവുമില്ല. അവർക്ക് പിള്ളേരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. നമ്മുടെ ആൾക്കാരെ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന 3 വാക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? Excuse me. I'm sorry. താങ്ക് യു. ഈ 3 വാക്കുകളാണ് മലയാളികൾക്ക് ഉപയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളത്. ഇരിക്കെ ഒരു പീസ എടുക്ക. വേണ്ട, ഞാൻ കഴിച്ച്. ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലഞ്ചാണ് ലഞ്ച്. അല്ലാതെ
രണ്ടും അല്ലാതെ ഈ സമയത്തല്ല. അതേ, ഇവിടെ ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് ചിലപ്പം ലിന്നറാണ്, ലഞ്ചും ഡിന്നറും ഒരുമിച്ച്. അതും അല്ലെങ്കിൽ ബ്ലിന്നറാണ്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒരുമിച്ച്. ജോഡി ഞാൻ ഫാസ്റ്റിംഗ്. അയ്യോ, ഫാസ്റ്റ് ഈറ്റിംഗ് എന്ന് പറ. അത് പിന്നെ കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് താഴോട്ടിരിക്കാം. ടി വിയിൽ 4 പരസ്യം കാണാം. ചിലപ്പോൾ വല്ല പ്രോഗ്രാമും കാണുമായിരിക്കും. വാ. ശരി. സിറാജായിരിക്കും. ഞങ്ങളുടെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടേ. അപ്പോൾ പുള്ളിയുടെ ഞാൻ നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പുള്ളി വന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി ആരാ? മെക്കാനിക്കാ? മെക്കാനിക്കൊന്നുമല്ല, പക്ഷെ പുള്ളിക്ക് ടെക്നിക്കൽ കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല ഗ്രാഹ്യമാണ്. ആള് വളരെ സിൻസിയറാണ്. പക്ഷേ ഈ പറഞ്ഞു വരുമ്പോൾ ഒരുമാതിരി കോമഡി ഫീലിംഗ് ആണെന്നേ ഉള്ളൂ. ഇരിക്കും, ഞാൻ വരാം. ഹലോ, വാ. നമ്മളത് കണ്ടു കുറേ ആളായല്ലോ. കീ ഒന്ന് വണ്ടി ഒന്ന് നോക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കണമെന്നേ. വാ. ഓക്കെ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടല്ലോ അല്ലേ? ഹലോ, നീ ഇങ്ങോട്ട് വരുന്നോ? ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മീറ്റിങ്ങിന് പോവും. നീ വാ. ഓക്കെ. അതെ, സാമ വിളിച്ച് അവൻ ഇങ്ങോട്ട് വരുന്നെന്ന്. ഓ, സാമ സൂസന്റെ ബ്രദറേ. ഇനിയിപ്പം നല്ല കാര്യമായി. ഇവരെന്റെ കൂടെ ചേർന്നാണല്ലോ ഒരുമാതിരി മലയാളി ക്ലബ്ബ് പോലെ പരസ്പരം മഹാപാരയാന്നേ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ആരാന്ന് നോക്കട്ടെ, ഞാൻ വരുന്നേ. അപ്പൊ നീ വഴിയാണോ വിളിച്ചത്? ഞാൻ ഇവിടെ തൊട്ട് വാതക്കുന്നില്ലേ ഒന്ന് പൊളിച്ച്. ഇല്ലെങ്കിൽ അലയപ്പുറത്തില്ലേ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവായിരുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ. അളിയോ, ഞാൻ ഒന്നും പറയുന്നില്ല. വാ വാ. ഞാനും ഇവിടെയൊക്കെ ഉണ്ട്. അത് ദൂരെ വന്നോ, കണ്ടപ്പോഴേ മനസ്സിലായി. വണ്ടി കണ്ടിട്ട് മനസ്സിലായോ? വണ്ടി തന്നെ, പക്ഷെ അത് ഡബിൾ പാർക്ക് ചെയ്തേക്കുക. ഞാൻ അങ്ങനെ ഡബിൾ പാർക്ക് ചെയ്യുന്നത്, എനിക്കൊരു വണ്ടിയല്ലേ ഉള്ളൂ. എനിക്ക് ചായ വേണ്ട കേട്ടോ. അതിന് ഞാൻ ചായ എടുക്കുമെന്നാണോ പറഞ്ഞേ? അല്ല, ഇങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല. എന്നാ പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ പറയാമെന്ന് വിചാരിച്ച്. ഇവിടെ മലയാളികളുടെ രീതി അനുസരിച്ച് വേണ്ടാന്ന് പറയുമ്പോഴല്ലയോ നിർബന്ധിക്കും. നല്ല രാഷ്ട്രീയ ഭാവി കാണുന്നുണ്ട് കേട്ടോ. ശരിയാ. നാക്കിന്റെ നീളവും ബുദ്ധിയുടെ വക്രതയും വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയത്തിന് പറ്റിയ കോമ്പിനേഷൻ. ഈ കോമ്പിനേഷന് പറ്റി ഒരാളും കൂടെ വരുന്നുണ്ട്. ഓ, ഞങ്ങളുടെ ചേട്ടൻ ചേരോ ഇവിടെ വരുന്നോ? എന്നെ കടയിൽ വെച്ച് കണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുവാ. സാമേ, ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ഇവരൊക്കെ വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരില്ലയോ? ഒരു പെനിയുടെ പണി പോലും ചെയ്തില്ല, സർക്കാർ ശമ്പളം മേടിച്ചോണ്ടിരിക്കുന്നത്. അല്ലയാ, കണ്ണുകടി ആരോഗ്യത്തിന് ഹാനികരം. എന്നിട്ട് നിന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലല്ലോ. നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഡയലോഗ് ഓർമ്മ വന്നാൽ. അതെ അളിയ, പള്ളി വെറുതെ പോയാൽ മാത്രം പോരാ, മുട്ടിപ്പായി പ്രാർത്ഥിക്കും. അല്ലാതെ ഒരുപാട് നിങ്ങൾ ചെയ്യുന്ന പോലെ തട്ടിപ്പായി പ്രാർത്ഥിക്കും. അത് നിന്റെ പെങ്ങക്കെട്ടൊന്ന് താങ്ങിയാണല്ലോ സാമേ. എൻ്റെ പെങ്ങളങ്ങനെ തട്ടിപ്പിനൊന്നും കിട്ടില്ല. ഷീസ് എ ഗുഡ് ഡോക്ടർ. പിന്നെ ആകെ 2 കുഴപ്പമുള്ളൂ. പറഞ്ഞ കേൾക്കത്തില്ല, കേട്ടാലോട്ട് അനുസരിക്കും. നീ എനിക്ക് പാലൊക്കെ വന്നാന്നോ? സിറാജ് കുറച്ച് നേരം എന്തോ ആലോചിക്കുന്നു. എന്തോ വിഷയം? കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന്. ആക്ച്വലി ആരായി മുട്ടിപ്പായി? അത് നിനക്കിതൊരു മനസ്സിലായില്ലേ? നമ്മുടെ കുട്ടപ്പായയുടെ വകയിൽ ഒരു ചേട്ടനായിട്ട് വരും. അവൻ്റെ ഒട്ടുക്കത്തൊരു സംശയം. രാജൻ വന്നു. ഓക്കെ, ഞാനിപ്പോ വരേ. Ashley, brought to you by
E-Mountain Realty, in association with JK Auto Care LLC, service that makes a difference. Johnny's Auto Body, a trusted auto body repair shop. Joseph M. Kundail, attorney at law. Global travel experts. അതെ, മോന്റെ ഹൗസ് വാമിങ് അടുത്തു. നമ്മൾ അവന് കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കണ്ടേ? എന്തായി ആ കാര്യം? ഒന്നും ശരിയാവുന്നില്ലല്ലോ. നാട്ടിലുള്ള പ്രോപ്പർട്ടി വിൽക്കണ്ടേ? ഇനി അത് വിറ്റാൽ തന്നെ എങ്ങനെ ഡോളറാക്കും? ആരെ വിശ്വസിക്കും? അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അത് ഞാൻ E-Mountain Realty ഏൽപ്പിച്ചു. അവരാകുമ്പോൾ ബയേഴ്സിനെ കണ്ടുപിടിക്കുന്ന മുതൽ എമൗണ്ട് ബാങ്കിൽ എത്തിക്കുന്നവരെയുള്ള കാര്യങ്ങൾ റിലയബിൾ ആയിട്ട് ചെയ്യും. ഓ, വലിയൊരു തലവേദന ഒഴിഞ്ഞു. E-Mountain Realty. Call us at 1-800-565-2444. Ashley. ആ, വാ. ഓ, ഞങ്ങൾ ഇവിടെ നോക്കിയിരിക്കുകയാണ്. വാ വാ, ഇങ്ങോട്ട് ഇരി. ഇവിടെ ഇരുന്നോ. ഇതെല്ലാരും ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ലേറ്റായി. ഏയ്, ലേറ്റ് ഒന്നും ആയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങള് ലേറ്റ് മിസ്റ്റർ ഏബ്രഹാം എന്ന് വിളിക്കുന്നു. ഇവിടെ മഹാഭാവി ഞാൻ കുറച്ചു നേരം ജീവിച്ചെടുത്തിട്ടുണ്ടാകും. അങ്ങനെ അങ്ങ് പോവും. ഒരുപാട് അനുഭവിക്കാനുള്ളതല്ലേ. ഐ മീൻ ജീവിതമേ. Hey! Hi. What's going on here? I was on the phone with my friend and I heard the doorbell ring, the talks and the laughs. പക്ഷെ അറിഞ്ഞില്ല ആരാ വന്നത്. We have got all them fun mix here. I should have come down earlier. How are you, മോളെ? I'm fine. How about you, uncle? Good. ആ കീ ഒന്ന് വണ്ടി ഒന്ന് നോക്കട്ടെ. വണ്ടി നോക്കാൻ എന്തിനാടോ വെക്കി? എന്റെ പൊന്നളിയ, ഒരു സഹായം കിട്ടുന്നു, വെറുതെ മുടക്കല്ലേ. ദാ. Hey, Mom. I need to go to Varsha's house in a bit. Why? Because she needs my help with something. I was trying to help her over the phone. She didn't get it. So, Okay, but don't take too long. no, I won't. ഞങ്ങൾക്കൊരു മീറ്റിംഗിന് പോകണം. പക്ഷെ ആശിഷ് ഇവിടെ കാണാം. Okay, no problem. I'll get the keys and go. Okay. Bye. നോക്കി വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയെന്നാ തോന്നുന്നത്. ഞാനത് ജംപ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചിട്ടുണ്ട്. ഓക്കേ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറേണ്ടി വരും. ആ, ഓക്കേ. ഒന്ന് ഞാൻ പോട്ടെ. ഇല്ല, ഇരിക്ക്. ഇല്ല ഇല്ല ഇനിയൊന്നും ശരിയാവില്ല. വീട്ടിൽ കുറച്ച് പണിയുണ്ട്. ഭാര്യ ഓടിക്കും. ആ, ഓക്കേ. നാളെ ജോലിയുള്ളതാ. എന്നാ എന്നാ ശരി, ശരി, താങ്ക് യു. പോട്ടെ. ബൈ. എന്നാ പിന്നെ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. Yeah. ഓക്കെ ശരി. സോ പോവാ. ഓക്കേ, കാണാം. ശരി, ഓക്കേ, കാണാം. ഞാൻ കുളിക്കാം. ഓക്കേ, ഇവിടെ.
ടീ എന്നാ പിന്നെ വാ നമുക്ക് റെഡിയാവാം. എന്നാ പിന്നെ നമുക്കും പോയേക്കാം അല്ലേ? Yeah. എന്നാ വാ. ആഹാ, ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടായിരുന്നോ? I was on the computer. Ashish, we had some people came to our house today. I didn't see you come down or say hi to them. When someone comes to your house, I want you to come down and at least say hi to them. Do you get it? Yeah. I didn't say anything to you earlier because I didn't want it to embarrass you. Okay? Got it. I'm sorry. Okay. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യം. ഞാനൊന്നും അറിഞ്ഞില്ല. അല്ല ഷാജി, ഇന്ന് നിനക്ക് വേറെ പരിപാടിയൊന്നുമില്ലേ? ഇന്ന് പ്രത്യേകിച്ച് ഇനി പ്രോഗ്രാം ഒന്നുമില്ല. അതെന്താ ചോദിച്ചത്? അല്ല, ഒരാളെ കൂടെ കിട്ടുകയായിരുന്നെങ്കിൽ നമുക്കൊരു കൈ നോക്കാമായിരുന്നു. നീ ഇരി, ഞാൻ നോക്കിയിട്ട് വരാം. നീ ഇപ്പം വന്നു നന്നായി. നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യം ഉണ്ടായി. എന്റെ വൈഫും പിള്ളേരൊന്നും ഇവിടെ ഇല്ല. ഷാജി ഇവിടെ ഉണ്ട്. അവനാന്ന് ഇപ്പൊ നിന്റെ വൈഫ്. ഭാര്യയും പിള്ളേരും കൂടി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാ. അന്നേരം ഷാജി അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പിൽ ഇടിച്ചു കയറുന്നതല്ല അവന്റെ ഒരു അടിയാ. നീ ഇവിടെ ഉണ്ടായിരുന്നത്? ഇരിക്കും സാമി. നീ ആദ്യം പറഞ്ഞത് ഫിനിഷ് ചെയ്യടേ. ഒരു സുഹൃത്തിന്റെ ഒരു ആവശ്യം വരുന്ന ഒരു ഗ്യാപ്പിൽ നീ അവിടെ കാണും എന്നാ ഞാൻ ഉദ്ദേശിച്ചു. പിന്നെ ഞാൻ അങ്ങ് ഇടിച്ചു കയറുമെന്നൊക്കെ പറയുന്ന കേട്ടു. അതിന്റെ അർത്ഥം ഒന്ന് മാറ്റിയൊന്നും നീ അറിഞ്ഞില്ലേ? ഒരു സുഹൃത്തിന്റെ ഒരു ആവശ്യം ഉള്ളിടത്ത് അവരോടൊന്നും ചോദിക്കാതെ അങ്ങ് എത്തും എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്നെ കൊണ്ട് ഏതാണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു എന്തുവാ? അല്ല, ബെല്ലടിച്ചപ്പോ നീ ആയിരിക്കും. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. അതെന്താ അങ്ങനെ? വേറെ ആരെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു? അല്ല, ഇപ്പൊ നീ വരുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ നിന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോ വല്ല ആവശ്യമുള്ളപ്പം നിന്നെ കാണാൻ കിട്ടത്തില്ലല്ലോ. അപ്പോ എന്നെ കൊണ്ട് കാര്യമായിട്ട് എന്തോ ആവശ്യം ഉണ്ടല്ലോ. എന്തോ? നീ പേടിക്കണ്ട, നിനക്ക് അറിയുള്ള കാര്യമൊന്നുമല്ല. ഷാജി ഇങ്ങോട്ട് വന്നു, അപ്പൊ നമുക്ക് 28 കളിക്കാമെന്ന് പറയുകയായിരുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ ക്ലാസ് വെള്ളമൊക്കെ എടുത്തു. അല്ല, ഞാൻ 28 കളിക്കാമെന്നല്ലോ പറഞ്ഞു. സ്പെല്ലിംഗ് ഒന്നും തെറ്റിയില്ലല്ലോ. നീ എങ്ങാണ്ട് പോയിട്ട് വരുന്ന ലക്ഷണം ഉണ്ടല്ലോ. പോയായിരുന്നു പെങ്ങടെ വീട് വരെ. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ കയറിയിട്ടാ ഇപ്പോ വരുന്നത്. നമ്മുടെ മെക്കാനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. നിന്റെ അളിയന്റെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞാ പോയത്. മെക്കാനിക്കും അലക്സാണ്ടറും ആവറാച്ചാനും ഒക്കെ ഉണ്ടായിരുന്നു. എന്തുവാ അവിടെ വിശേഷം? ഒന്നുമില്ല. അളിയൻ എൻ്റെ നമ്പർ വാങ്ങിച്ചായിരുന്നു മെക്കാനിക്കിനെ വിളിക്കാൻ. അത് എന്തുവാന്ന് അറിയാൻ വേണ്ടി ഞാനവിടെ കൂട്ടിയത്. പോകുന്ന വഴിക്ക് അവറാച്ചാനെ കണ്ടു. മുണ്ടൊക്കെ കൊടുത്ത് ഏതാണ്ട് ഒരു മലയാളി പരിപാടിക്ക് കൂട്ടുവരുന്നു. ഞാൻ അളിയന്റെ വീട്ടിൽ ചെന്നപ്പോൾ പുള്ളി വന്നു. പക്ഷെ അലക്സാണ്ടർ എന്തിനാ വന്നെന്ന് ഒരു പിടിയില്ല. ആഷ്ലി brought to you by E-Mountain Realty in association with JK Auto Care LLC, service that makes a difference. Tanishka Jewelers, KCA Homes, Kashmir Gardens. ഐ എം ലാലു അലക്സ്. പേഴ്സണലായിട്ട് പറയുമല്ല, ഇത് പബ്ലിക്കാ. അതെ, ഇത്രയും നാൾ അമേരിക്കയിൽ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ? ഇനി സന്തോഷവും സമാധാനമുള്ള ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? KCAH presents KCA Homes, excellent retirement community located in Royce City, Texas. A peaceful retired living environment. KCA Homes will provide superb services at affordable prices. For more details, visit kcahomes.com or email info@kcahomes.com. Telephone 845-553-0879. KCAH presents KCA Homes. An excellent retirement community in the US. മോനെ ജോർജ് കുട്ടിയെ ഇതൊക്കെ അങ്ങ് വെച്ചേരി. കുറച്ച് അച്ചാറും കൊടുമ്പുളിയും വറുത്തുപ്പേരിയുമാ.
എല്ലാം നമ്മുടെ പറമ്പയിലുണ്ടായാന്നേ. അമ്മാച്ചൻ എന്നാത്തിനാ ഇതെല്ലാം കെട്ടിപ്പറക്കി ഇങ്ങ് കൊണ്ടുവന്നേ? ഇതൊക്കെ അങ്ങ് അമേരിക്കയിൽ കിട്ടത്തില്ലല്ലോ കൊച്ചെ. അതപ്പം നന്നായേ. അവിടെ കാശ്മീർ ഗാർഡനിൽ കിട്ടാത്ത സാധനങ്ങളോ ഒന്ന് പറഞ്ഞു കൊടുത്തേരെ എന്റെ ചായ. അത് ശരിയാ അമ്മാച്ച. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സകല സാധനങ്ങളും ഇവിടത്തെക്കാളും ഫ്രഷ് ആയിട്ട് അവിടെ കാശ്മീർ ഗാർഡൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടൂന്നേ. കാശ്മീർ ഗാർഡൻ, മലയാളിയുടെ മനസ്സറിയുന്ന സൂപ്പർ മാർക്കറ്റ്. അപ്പൊ ചുരുക്കത്തിൽ എല്ലാരും കൂടി ഒരു സമ്മേളനമായിരുന്നല്ലേ? ആരായി മെക്കാനിക്ക്? നീ അറിയും, നമ്മുടെ സിറാജ്. കണ്ടു കാണും, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. ആളൊരു നല്ല കഥാപാത്രമാണ്. ചിലപ്പോഴൊക്കെ നല്ല തമാശയാണ്. പുള്ളിയുടെ ഓരോ കഥകളൊക്കെ ഇവനിടയ്ക്ക് പറയാറുണ്ട്. പുള്ളി പറഞ്ഞു വരുമ്പോഴേ ചിലപ്പോൾ മെക്കാനിക്ക് ഭാഷയായിപ്പോ. ആദ്യ രാത്രിയിൽ പെണ്ണും പിള്ളയ്ക്ക് കൊടുത്ത ഉപദേശം ഏതാണ്ട് നീ പറയുമല്ലോ, അതിവനൊന്ന് പറഞ്ഞു കൊടുത്തേ. ശരിയാ, അത് നിനക്ക് ചിലപ്പോൾ ഉപകരിക്കും. ഒന്ന് പറയടേ. അവന്റെ അമ്മ ഇച്ചിരി ഉടക്ക് പാർട്ടിയാ. അപ്പൊ അതൊന്ന് കണ്ടും കേട്ടും ഒക്കെ നിന്നോണെന്ന് ഇവനൊന്ന് പറഞ്ഞു കൊടുത്താ. പക്ഷെ അവൻ പറഞ്ഞു വന്നപ്പോ മെക്കാനിക്ക് ഭാഷയായി. അതെങ്ങനെ? അവൻ പറഞ്ഞെങ്കിലാ, എൻ്റെ അമ്മ ആളൊരു പാവമാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗിയർ സ്ലിപ്പുണ്ട്. അങ്ങനെ എങ്ങാനും വന്നാ നീ നിന്റെ ഗിയർ ഒന്ന് സ്ലോ ചെയ്യും. ഇനി ഒരു ഗിയറിൽ പിടിക്കാതെ വന്നാ ന്യൂട്രലായിട്ടങ്ങ് നിന്നോണം. ഇത് തന്നെ ഞാൻ പറഞ്ഞ. എന്നിട്ട് പെണ്ണുപിള്ളക്ക് വല്ല മനസ്സിലായോ? നീ ചീട്ട് കലക്കടേ. അത് വേണ്ട, നീ എങ്ങ് ചെയ്താൽ മതി. നീ എല്ലാം കലക്കാൻ വിടുക. അതാ ഇവനെ അസോസിയേഷൻകാരൊന്നും അടുപ്പിക്കാത്ത. നിനക്കാരുടെയും തോളാക്കാറായിരുന്നു ഇവിടെ. ചീട്ടിങ് ഞാൻ കലക്കാം. ഇവന് ഞാനിതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നാട്ടിലോട്ടൊന്ന് ചെല്ലട്ടെ. ചെല്ലുന്ന ദിവസം ഇവന്റെ വീട്ടിൽ പോയി ഇവന്റെ ഭാര്യയുടെ അടുത്ത് ഇവന്റെ സകല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും. മോനെ ഷാജി, വരട്ടരുത്. അവള് ഞാൻ വരയ്ക്കുന്ന വരെ നിൽക്കും. നിനക്കറിയാവോ? അതിന് നീ മാർക്കറും കൊണ്ട് പോകുമോ? അതെന്തിനാ? അല്ല, അവള് പോകുന്നിടത്തൊക്കെ വരയ്ക്കാനേ. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ചിരിക്കാം. സാമേ, നീ ഇവനെ ഒന്ന് സോപ്പിട്ട് നിൽക്കുന്നത് നല്ലതാ. ഇവൻ നാട്ടിൽ ചെന്ന് നിന്റെ ഭാര്യ അവനോട് വല്ലതും ചോദിച്ച് അവൻ പറഞ്ഞാൽ നിന്റെ കാര്യം കട്ടപ്പോകയാവും. ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയില്ല. പിന്നെ ഇപ്പൊ നീ ചീട്ടറായി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയിപ്പം നിന്റെ കാര്യം. ഇവൻ അങ്ങനെ വല്ലതും പറഞ്ഞാലേ തിരിച്ച് പാലായി ചെല്ലുന്നതിന് മുമ്പേ അടി പാഴ്സലായിട്ട് വരും. അതിന് നീ ആര്? അതോ ലോക നായകൻ? അതിനൊക്കെ നമുക്കവിടെ ആളുണ്ട്. അതാരാ? ശരിക്കും നീ അറിയുന്ന വല്ലവരും ഉണ്ടോ? എനിക്കൊരാവശ്യം ഉണ്ടായിരുന്നു. കാശൊക്കെ ഞാൻ മുടക്കിക്കോ. നമ്മുടെ ഈ പാർട്ടി അത്ര എസ്റ്റാബ്ലിഷ്ഡ് ഒന്നുമല്ല. ഞങ്ങളുടെ അളിയന്റെ ഒരു ചേട്ടനുണ്ടല്ലോ, വർക്കിച്ച, പുള്ളിയുടെ കാര്യമായി പറയുന്നത്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ പുള്ളിയായിട്ടൊരു സ്മോൾ കമ്പനിയൊക്കെ കൂടാറുണ്ടേ. അപ്പോൾ എൻ്റെ എന്ത് കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളി റെഡിയാണ്. അങ്ങേർക്ക് എന്തുവാ പണി? ഇതൊക്കെ തന്നെ പണി. പിന്നെന്താ അതിന്റെ അളിയൻ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്? അങ്ങേർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആ പണിയുണ്ടല്ലോ, അതിവിടെ കിട്ടത്തില്ല. അതുകൊണ്ടാ. എന്നാലും ഷാജി, നീ ഭാഗ്യവാനാടാ. നിനക്ക് നല്ല റേറ്റിനല്ലയോ ടിക്കറ്റ് കിട്ടിയത്? അതും അടുത്ത ആഴ്ച. കഴിഞ്ഞ വർഷം ഞാൻ ഈ സമയത്ത് നാട്ടിൽ പോയപ്പോൾ ഇതിന്റെ 3 ഇരട്ടി ഡോളർ കൊടുത്താ നാട്ടിൽ പോയത്. നീ സീരിയസ് ആയിട്ട് പറഞ്ഞു? എന്തോന്ന് നാട്ടിൽ പോകുന്നു? പിന്നെ തമാശ ആണെന്നാണോ നീ കരുതിയത്? പ്ലീസ് ചതിക്കലടാ. നീ അവളോട് പോയി ഒന്നും പറഞ്ഞു കളയല്ലേ. ശരി, ഓണേഴ്സ് വിളിക്കാനുണ്ടോ? ഇല്ല, വിട്ടു. ഞാൻ വിട്ടു. ഓക്കെ, പിടിച്ചോ. ഇട പോരട്ടെ.